ചെമ്പുപാളിയൊന്നുമല്ല, സ്വർണ്ണപ്പാളി തന്നെയാണ്. അത് മുഴുവൻ മാറ്റിയിട്ട് അതിൻ്റെ ഡൂപ്പ് ഉണ്ടാക്കിയാണ് അവിടെ കൊണ്ട് കൊടുത്തത്. അവർക്ക് ആ കമ്പനിക്കാർ പറയുന്നത് അവിടെ കിട്ടിയത് ചെമ്പുപാളിയാണെന്നാണ്. ആ പറയുന്നതെന്ന് പറഞ്ഞാൽ KB പ്രദീപ് കൊല്ലംകാരനാണ്. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു അഭിഭാഷകനാണ്. എൻ്റെ മുമ്പ് ഒരുപാട് കേസ് വാദിച്ചിട്ടുള്ളതാണ്. വളരെ മിടുക്കനും സത്യസന്ധനുമായ ഒരു അഭിഭാഷകനാണ്. അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ കമ്പനിയിൽ കിട്ടിയേക്കുന്നത് ഇത് ചെമ്പുപാളി മാത്രമാണ്. ആ ചെമ്പുപാളി അല്ലാതെ സ്വർണം പൂശി നിന്നെങ്കിൽ അവിടെ എടുക്കത്തില്ല. അതിനുശേഷം പിന്നെ അതിനകത്ത് സ്വർണം പൂശാനാണ് അവിടെ കൊണ്ട് കൊടുത്തേക്കുന്നത്. സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, 3.9 ഗ്രാം സ്വർണം മതി അതിന് പൂശാൻ, അതായത് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുക. അപ്പോൾ അതിന് പകരം ഈ സ്വർണം മുഴുവൻ അഴിച്ചു മാറ്റിയിട്ട് ചെമ്പ് പാളിയായിട്ട് കൊണ്ടു കൊടുത്തു. ആ കൊണ്ടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും പുതിയതുണ്ടാക്കണം, അല്ലാതെ നടക്കത്തില്ല. അത് പുതിയ ചെമ്പുപാളി വെച്ച് പണിഞ്ഞാണ്. അതുകൊണ്ടായി 39 ദിവസം ഇയാൾ താമസിച്ചത്. ഇത് കൊണ്ടുപോയി 39 ദിവസം ഇവൻ അടയിരിക്കാൻ ഇവൻ ആരാണ്? ഒന്നും മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആരാ ഇതിനകത്ത്? അയാൾക്ക് എന്താ ഇത് അധികാരമുള്ളത്? അതൊന്നും മനസ്സിലാക്കണ്ടേ? അതുപോലും അന്വേഷിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്ത് കൊണ്ട് കൊടുത്തെങ്കിൽ യവന്മാർ അതിനകത്തുനിന്ന് വീതം അടിച്ചിട്ടുണ്ട്. അത് തന്നെ കാര്യം. വീതമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നക്കപ്പിച്ച കിട്ടി കാണും, ബാക്കി യവന്മാർ അടിച്ചു കാണും. ഇത് തന്നെ സംഭവിച്ചേക്കുന്നത്.